പറയല്ലോ, ഞാൻ ഇവിടെ വന്നപ്പോൾ 11.5 മാസം വെയർ ഹൗസിൽ വർക്ക് ചെയ്ത. അപ്പോഴേക്കും എനിക്ക് NHS കേൾക്കുമ്പോൾ എനിക്കൊന്നും ഒരിക്കലും കിട്ടൂല, അതായത് 100% എനിക്ക് കിട്ടൂല എന്ന് വിശ്വസിച്ചിരുന്ന ഞാനിപ്പം എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു ജോബിന് 6 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, 7ാമത്തെ പാസ്സായി. പിന്നെ അത് റിസൈൻ ചെയ്തപ്പോൾ വാറന്റികളിൽ വന്ന് ജസ്റ്റ് 2 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, 2ഉം പാസ്സായി. ഹായ് ഫ്രണ്ട്സ്, അബീസ് വിക്കയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് NHS ജോബ് കിട്ടിയെന്ന് പറഞ്ഞ്. കഴിഞ്ഞ ആഴ്ച ഞാൻ 2 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, 2 ജോബും കിട്ടിയെന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേർക്ക് ആ വീഡിയോ ഗുണം ചെയ്തു. അപ്പൊ അതിന്റെ അടിയിൽ ഞാനൊരു കമന്റ് കണ്ടത്, ബ്രോ പറയണ പോലെ ഒന്നല്ല ബ്രോ, NHS നല്ല ഹാർഡല്ലേ പണി, പിന്നെ എന്താണ് ബ്രോ ഇത്ര സിമ്പിൾ ആയിട്ട് പറയണത്, ബ്രോ UK ഏത് ജോബും കുറച്ചൊക്കെ കഷ്ടപ്പാടുണ്ട് എന്നും പറഞ്ഞ് നമ്മളൊരു വീഡിയോയില് ഈ ജോബ് ഭയങ്കര പാടാണ്, ഈ ഇന്റർവ്യൂ ഭയങ്കര പാടാണ്, ഇത് ആർക്കും കിട്ടൂല, അങ്ങനെയാണോ ഞാൻ വീഡിയോ ചെയ്യേണ്ടത്? എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചോളം എനിക്കറിയാം, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും തന്നെ എന്നേക്കാളും ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ നല്ല മാർക്കോ ഉള്ളവരായിരിക്കും. കാര്യം എന്റെയൊക്കെ ഒരു എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് 100% ഉറപ്പാണ്, ഈ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും എന്നേക്കാളും 10ാം ക്ലാസ്സിന് എന്നേക്കാളും മാർക്കുണ്ട് എന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ ഞാൻ വീഡിയോയിലോട്ട് പോവാം. ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞത്, ബ്രോ പേഷ്യന്റ് ബുക്കിങ്ങിലല്ലേ വർക്ക് ചെയ്യണത്, അവിടെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടല്ലേ വർക്ക് ചെയ്യണത്, ആ ജോബിക്ക് ഭയങ്കര പാടല്ലേ, അതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? ഞാനൊരു ഇന്റർവ്യൂ വന്നിട്ട് ഞാൻ ആ ജോബ് പാടാന്ന് വിചാരിച്ച് ഞാൻ ഇന്റർവ്യൂവിന് പോയില്ല എന്നാണ് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം, ഒറ്റ കാര്യമാണ് ചോദിക്കുന്നത്. ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിട്ട് 6 വർഷം കുവൈറ്റിൽ നിന്ന ആളാണ്. ഞാൻ പെട്ടെന്നാണ് UK വന്നത്. എന്നെ സംബന്ധിച്ചോളം ഒരു കമ്പനിയിലെയും അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് അല്ലെങ്കിൽ അഡ്മിൻ ഓഫീസറായിട്ട് എൻ്റെ ജീവിതത്തിൽ വർക്ക് ചെയ്തെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എനിക്കും നിങ്ങളെപ്പോലെ നല്ല പേടിയുണ്ട്. ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ ഫിസിയോ ഓർത്തോ അവിടുത്തെ പേഷ്യൻ്റ് ബുക്കിംഗ് ഹബിലാണ്. സത്യം പറഞ്ഞാൽ ഒരാഴ്ച നമുക്ക് ട്രെയിനിങ് കിട്ടി കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമ്മളവിടെ പെർഫെക്റ്റ് ആണ്. ഓക്കെ, പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ എന്നെ സംബന്ധിച്ചോളം പഠിച്ച സഹായിച്ച് എനിക്ക് അവിടെ ഒരു പ്രശ്നവും വന്നിട്ടില്ല. കാര്യം ഞാനിപ്പോൾ കയറിയിട്ട് 1 മാസം കംപ്ലീറ്റ് ആവുകയാണ്. നമുക്കവിടെ ഒരു പാറ്റേൺ ഉണ്ട്, ആ പാറ്റേൺ ഫോളോ ചെയ്ത് നമ്മൾ വർക്ക് ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല. ഇപ്പം എനിക്ക് സ്വാഭാവികമായിട്ട് ഒരു കോള് വരുമ്പോൾ ഞാൻ പറയണത്, ഹായ് ഗുഡ് മോർണിംഗ്, ഇറ്റ്സ് കമ്മ്യൂണിറ്റി റീഹാബിലിറ്റേഷൻ, ഹായ് ഇറ്റ്സ് മീ കമ്മ്യൂണിറ്റി റീഹാബിലിറ്റേഷൻ എന്നാണ് ഞാൻ ഫോൺ എടുക്കുമ്പോൾ പറയണം. ആ ഒരു വാക്ക് എനിക്ക് പറയാൻ പറ്റണില്ല. അപ്പൊ അവര് പറഞ്ഞു, ഇറ്റ്സ് അബീസ് കമ്മ്യൂണിറ്റി റീഹാബ്, അത്ര നീ പറഞ്ഞാൽ മതി. പിന്നെ ഒബ്വിയസ്ലി നമ്മളെ വിളിക്കുന്നതിൽ 98% പേഷ്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ പേഷ്യൻസിന്റെ റിലേറ്റീവ്സ് ആയിരിക്കും. അപ്പൊ നമ്മൾ അവരോട് ചോദിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, എന്താണ് പേഷ്യന്റിന്റെ നെയിം? ഈ നെയിം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഞാനാണെങ്കിൽ തുടക്കത്തിൽ ഒരു മിസ്റ്റേക്ക് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ, പേര് കേട്ടിട്ട് ആ കേട്ട രീതിയിൽ നമ്മുടേതായിട്ടുള്ള സ്പെല്ലിങ് വെച്ച് നമ്മൾ എഴുതാൻ നോക്കും. അപ്പം നമ്മൾ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അവരോട് പറയാം, ഒന്ന് സ്പെല്ല് ചെയ്യാൻ പറയാം അവരുടെ നെയിം. അപ്പോൾ അവർ കറക്റ്റായിട്ട് പറയും, S for snake, N for നവംബർ, L for ലീമ. അങ്ങനെ പറയുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് എഴുതാൻ പറയും. ഇത് ഇങ്ങനെ തന്നെ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം പേഷ്യൻറ്റിൻ്റെ നെയിം കിട്ടി, പിന്നെ നമുക്ക് അവരുടെ NHS നമ്പർ ചോദിക്കാം, പിന്നെ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് തരും. ഇതിൽ ഓർമ്മ തന്നെ കിട്ടുമ്പോൾ തന്നെ നമുക്ക് ആദ്യത്തെ ഒരാഴ്ച അവിടുത്തെ സോഫ്റ്റ്വെയർ ട്രെയിനിങ് തന്നിട്ടുണ്ടായിരിക്കും. ഈ നമ്പർ അടച്ചു, ഒന്നല്ലെങ്കിൽ NHS നമ്പർ, അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ പേര്, അല്ലെങ്കിൽ ഇവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കുമ്പോൾ തന്നെ ആ പേഷ്യൻറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വരും. അപ്പം തന്നെ നമുക്ക് പിന്നെ ആ പേര് വെച്ചൊരു സാമ്യം കിട്ടുവാണെങ്കിൽ നമുക്ക് ഇതാണ് പേഷ്യൻ്റ് എന്ന് മനസ്സിലാവും. ഞാനിത് നമ്മുടെ ആളുകൾക്ക് എവിടെയാണ് പ്രശ്നം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആളുകൾക്ക് 1 തവണ 2 തവണ ചോദിക്കുമ്പോൾ ഒരു ചമ്മലാണ്. ഞാനിപ്പം ഇപ്പം എനിക്ക് തോന്നുന്നു 2.5 വർഷമായി NHS വർക്ക് ചെയ്യണം. കാര്യം ഷെഫീൽഡിലായിരുന്നപ്പം നമ്മുടെ ഓഫീസിൽ ഒരു 30 പേരുണ്ടെങ്കിലും ഒരു 4 മലയാളികൾ വെച്ചാൽ, പിന്നെ ആ 4 മലയാളികൾ വെച്ചാൽ ബാക്കി 26 പേരും ഇംഗ്ലീഷും ചൈനീസും അവരൊക്കെയായിട്ട് വർക്ക് ചെയ്യുമ്പം അവർ ഭയങ്കര പ്രൗഡാണ്. കാര്യം ഞങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജ് സംസാരിക്കാൻ പറ്റുന്നില്ല, പക്ഷെ നിങ്ങൾ ഇത്രയെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കണ്ടല്ലോ. പിന്നെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ചില്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് എന്താണെന്ന് വെച്ചാൽ, അയ്യോ ഞങ്ങളുടെ ലാംഗ്വേജ് ഇവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു സങ്കടമാണ് ഒരു പൊതുവെ ഒരു എന്താ പറയണ ഒരു 40 കഴിഞ്ഞ ഇംഗ്ലീഷുകാർക്കുള്ള, അതായത് ഇവിടെ നമ്മുടെ മുമ്പുള്ള ജനറേഷനിലുള്ള ആളുകൾ. പിന്നെ നമ്മൾ അവരോട് 1 തവണ 2 നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അവിടെ ഇരിക്കുന്നത്. അപ്പം
നമുക്ക് മാക്സിമം അവരോട് ചോദിച്ച് അവർക്കിടെ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇത്. NHS ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം, ഞാൻ 2.5 വർഷത്തെ എക്സ്പീരിയൻസ് ആയിട്ട് വെച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള ജോബ് അഡ്മിൻ ജോബാണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്, അല്ലെങ്കിൽ പേഷ്യൻ്റ് ബുക്കിങ്. കാര്യം പിന്നെ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് അവിടെ അറിയില്ല. ഇപ്പം എനിക്ക് ചെന്നപ്പം ഇതെന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഒരാഴ്ച പക്ക ട്രെയിനിങ്. കാര്യം എനിക്കൊരു മെയിലില്, അതായത് നമ്മളിപ്പോൾ ഫോണിൽ സ്ക്രീൻഷോട്ട് എടുക്കും, ലാപ്പിൽ സ്ക്രീൻഷോട്ട് എടുക്കും. പക്ഷെ നമ്മൾ NHS പോകുമ്പോൾ അവിടുത്തെ ഒരു ഡെസ്ക്ടോപ്പിൽ എങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കണം, അതെങ്ങനെ മെയിലിൽ വെച്ച് അറ്റാച്ച് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങൾ. ഇത് കാര്യം ഒരു സിമ്പിൾ കാര്യമായിരുന്നു, പക്ഷെ അതുപോലെ എനിക്കറിയില്ലായിരുന്നു. കാര്യം നമ്മൾ തികച്ചും ഒരു മെക്കാനിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഇതുപോലെ എനിക്ക്, പക്ഷെ ഇതിനെല്ലാം ട്രെയിനിങ് ആണ്. ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ ചെയ്യണ ഒരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്തെന്നെ പഠിപ്പിച്ചു തന്നാലും ഞാനൊരു ബുക്കിലോട്ട് എഴുതും. അത് നമുക്കറിയാം, ഒരു പ്രിന്റ് എടുക്കാൻ വലിയ പാടൊന്നുമില്ല. പക്ഷെ എനിക്കത് പ്രിന്റ് എടുക്കേണ്ട ഒരു രീതി പറഞ്ഞു തരുമ്പോൾ ഞാനത് സ്റ്റെപ്പ് 1 ഇവിടെ പോവുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക, റൈറ്റ് കോർണറിൽ ക്ലിക്ക് ചെയ്യുക, അവിടെ ഒരു ഗ്രീൻ ബട്ടൺ കാണും, അവിടെ ക്ലിക്ക് ചെയ്യുക, പ്രിന്റ് എന്ന് വരും. അപ്പോൾ ഈ ഓപ്ഷനാണ്. ഇങ്ങനെ നമ്മൾ ചുമ്മാ ഒന്ന് എഴുതി വയ്ക്കുക. കാര്യം ഇവർ പറഞ്ഞു തരുമ്പോൾ അത് വൃത്തിക്ക് ഇവർ പറഞ്ഞു തരും. ആ ഒരു ടൈമിൽ നമ്മൾ എത്ര തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാലും ഇവർ പറയാൻ തയ്യാറാണ്. പക്ഷെ ഇവർ നമ്മളോട് ചോദിക്കും, ഈസ് ഇറ്റ് എവറിത്തിങ് ഫൈൻ? അപ്പോൾ നമ്മളോട് ഇറ്റ്സ് ഓക്കെ മേറ്റ് എന്ന് പറഞ്ഞാൽ അവർ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ അവരെ വിളിക്കുമ്പോൾ അവിടെ 2 കാര്യമാണ്. ഒന്ന്, ഇവൻ ആദ്യം പറഞ്ഞത് മനസ്സിലാവാത്ത കാര്യം നമ്മൾ മനസ്സിലായി എന്ന് പറഞ്ഞ് ഇവനെ ഒഴിവാക്കി വിടാനും നോക്കി. അപ്പം ഇവരൊരു കാര്യം പറഞ്ഞു തരുമ്പോൾ അന്നേരം തന്നെ നോട്ട് എഴുതി, അന്നേരം തന്നെ നിങ്ങളുടെ മാക്സിമം ഡൗട്ട് ചോദിക്കാൻ പറ്റും. ഇപ്പം ഞാനൊക്കെ ചെയ്തൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മിക്കപ്പോഴും ചിലപ്പോൾ ട്രെയിനിങ്ങിന് തന്നെ വേറെ ഡിപ്പാർട്ട്മെന്റിന്നോ അല്ലെങ്കിൽ വേറെ ഹോസ്പിറ്റലോ. ഇപ്പം ഞാനിപ്പം ഈ വാറിംഗ്ടണിൽ കയറിയപ്പം 2 ദിവസം ട്രെയിനിങ്ങിന് വേണ്ടി മാഞ്ചസ്റ്ററാണ് പോയത്. അപ്പം ഞാൻ അവിടെ പോയപ്പോൾ പല കാര്യങ്ങളും ചോദിച്ചില്ല. തിരിച്ച് വാറിംഗ്ടണിൽ വന്നപ്പം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സംശയം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഈ ഡൗട്ടൊന്നും നീ മാഞ്ചസ്റ്ററിൽ പോയപ്പോൾ ക്ലിയർ ചെയ്തില്ലേ എന്ന് ചോദിച്ചു. പക്ഷെ അവരൊരു ഫ്രണ്ട്ലി ആയിട്ടാണ് ചോദിച്ചത്. അപ്പം ഞാനത് അവിടെയുള്ള മലയാളികളോടും പിന്നെ ഇവിടെ 7-8 വർഷമായ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് ഇപ്പോൾ നമുക്ക് NHS. അവരോടേക്കും ചോദിക്കുമ്പോൾ അവർക്ക് വളരെ കൃത്യമായിട്ട് വേണം പറയാം. ഇംഗ്ലീഷുകാരെന്ന് പറഞ്ഞാൽ ഒരു ചിട്ടയുള്ള ലൈഫാണ് ഇവർക്കിടെ. അപ്പം ഇവരും നമ്മളെയും ആ രീതിയിലോട്ട് എക്സ്പെക്ട് ചെയ്യുകയാണ്. ഇപ്പം എല്ലാവരും പറയും UK വർക്ക് ലൈഫ് ബാലൻസ് ഭയങ്കര അടിപൊളിയാന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കറക്റ്റ് 8 മണിക്ക് തുടങ്ങും, 4 മണിക്ക് തുടങ്ങും. പക്ഷെ നമ്മുടെ ഒരു മെന്റാലിറ്റി, നമ്മൾ ലേറ്റ് ആയിട്ട് വന്നിട്ട് ലേറ്റ് ആയിട്ട് പോവാന്നുള്ളൊരു തോന്നലുണ്ടാവും. പക്ഷെ മിക്കവരും ഞാൻ കാണുന്നത് താമസിച്ചു വന്നിട്ട് നേരത്തെ പോകാനുള്ള ഒരു ടെൻഡൻസിയാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ എന്താ പറയണേ, ഈ വീഡിയോ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയില്ല. കാര്യം ഞാൻ എല്ലാം മിക്സ്ഡ് ആക്കിയാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഒരു NHS വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു അഡ്മിൻ എന്ന് പറയണതിൽ വേറെ ഒന്നും പറയാനില്ല. പിന്നെ ഈ ഇന്റർവ്യൂക്ക് നിങ്ങൾ പോകുമ്പോ ആണെങ്കിലും പിന്നെ ഓർണം ചിലപ്പോൾ അവർ ചോദിക്കുന്നത്, ഇപ്പം അവിടുത്തെ ഡോക്ടർ അവിടെ ഉണ്ടോ, ക്യാൻ യു ഗീവ് ദ ഫോൺ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ പറയും ഏത് ഡോക്ടറിനെയാണ്, അല്ലെങ്കിൽ ഏത് ഫിസിയോ ആണ്, അല്ലെങ്കിൽ ഏത് ഓർത്തോയാണ്. അപ്പോൾ അവർക്കിടെ പേര് പറയും. അപ്പം ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് അവരോട് പാസ് ചെയ്യാനുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അത് ജസ്റ്റ് എഴുതിയെടുക്കലാണ് അവിടെ ഉള്ളൂ. ജോലി എളുപ്പമാണെന്നാണ് ഞാൻ പറഞ്ഞോളൂ. പക്ഷെ ജോലി ഇല്ല എന്നല്ല, ജോലിയുണ്ട്. ഒരു ദിവസം 8 മണിക്കൂറിൽ എങ്ങനെ പോയാലും നമുക്കൊരു, എനിക്ക് തോന്നുന്നു രാവിലെ ഒരു 10-15 ഫോൺ കോൾസ് വരും, ഉച്ചയ്ക്ക് ഒരു 10 വരും, ഒരു ദിവസം 25 ഫോൺ കോൾസ് വരും. പിന്നെ അതുപോലെ തന്നെ ചില നഴ്സുമാർ നമുക്ക് കൊണ്ടുവന്ന ഒരു ലിസ്റ്റ് തരും. എന്നിട്ട് പറയും ഈ പേഷ്യൻറ്റിന് എൻ്റെ സ്ലോട്ടിൽ ബുക്ക് ചെയ്തേക്കാൻ പറയും. അതെല്ലാം അവർ എഴുതി തരും. ഇതെല്ലാം അവർ പഠിപ്പിച്ചു തരും. ഈവൻ ഞാൻ വെരി ഫ്രാങ്ക്, ഞാൻ പറയാം, നമ്മൾ നാട്ടിലേക്കുമ്പോൾ കാര്യം നമ്മൾ എഞ്ചിനീയറിംഗ് വരെ പഠിച്ചിട്ടുണ്ടെങ്കിലും എക്സലൊന്നും ഞാൻ കഴിഞ്ഞ ഒരു 6 വർഷമായിട്ട് യൂസ് ചെയ്തില്ല. ഇപ്പം കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട് അവരെനിക്ക് പഠിപ്പിച്ചു തരുമ്പോൾ നമ്മളെല്ലാം എഴുതി എടുത്ത് പിന്നെ പറ്റണ സമയത്ത് ഇതിനോട് ഞാൻ ചെറിയൊരു ഇൻട്രസ്റ്റ്, വലിയ ഇൻട്രസ്റ്റ് കാണിക്കുക. വീട്ടിൽ വന്ന് ഹോംവർക്ക് ചെയ്ത് പഠിക്കാനൊന്നും ഞാൻ പറയണില്ല. ചുമ്മാ കിട്ടുമ്പം യൂട്യൂബിലാണെങ്കിൽ ചെറിയ ഷോർട്സ്, എക്സലിൽ ഇതെങ്ങനെ ചെയ്യാം അതൊക്കെ ഒന്ന് കണ്ടാൽ തന്നെ നല്ല. പിന്നെ നമ്മളിവിടെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല കേട്ടോ. കാര്യം ഇവിടെ പലരും നമുക്ക് ലാംഗ്വേജ് ഇല്ല, അല്ലെങ്കിൽ ജോലി കിട്ടാൻ പാടാന്നും പറഞ്ഞു, അല്ലെങ്കിൽ NHS കിട്ടാൻ പാടാന്നും പറഞ്ഞു പേടിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു മനുഷ്യന് ജോലി കിട്ടില്ല. കാര്യം ഞാൻ പറയാലോ, ഞാൻ ഇവിടെ വന്നപ്പോൾ 11.5 മാസം വെയർ ഹൗസിൽ വർക്ക് ചെയ്ത. അപ്പോഴേക്കും എനിക്ക് NHS കേൾക്കുമ്പോൾ എനിക്കൊന്നും ഒരിക്കലും കിട്ടൂല, അതായത് 100% എനിക്ക് കിട്ടൂല എന്ന് വിശ്വസിച്ചിരുന്ന ഞാനിപ്പം എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു ജോബിന് 6 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, 7ാമത്തെ പാസ്സായി. പിന്നെ
അത് റിസൈൻ ചെയ്തപ്പോൾ വാറന്ററിൽ വന്ന് ജസ്റ്റ് 2 ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, 2ഉം പാസ്സായി. ഓക്കെ, ഇപ്പോഴും നമ്മൾ എവിടെയൊക്കെ CV കൊടുത്തിട്ടുണ്ടോ അവരെല്ലാം വിളിക്കേണ്ടത് നമ്മളാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു നാക്ക്. ഇവിടെ എല്ലാം പഠിപ്പിച്ചെടുക്കുവാണ്. നമ്മൾ ചെറിയൊരു ഇൻട്രസ്റ്റ് ഇട്ടാൽ മതി. പിന്നെ ലാംഗ്വേജ് അറിയില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും പിന്നോട്ടിരിക്കണ്ട. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ ലാംഗ്വേജ് ഒരാളെ നമ്മൾ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് സംസാരിച്ചാൽ മതി. ഞാനൊരു കാര്യം നിങ്ങളോട് വെരി ഫ്രാങ്ക് ആയിട്ട് പറയാം, നമ്മൾ ഇന്ത്യക്കാരിൽ തന്നെ നമ്മുടെ ഈ ചൈനീസിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഫാർ ഫാർ ഫാർ, ഒരു രാജ്യത്തിനെ താഴ്ത്തി പറയുകയല്ല, പക്ഷെ നമ്മൾ അവരൊക്കെയായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ ഓർക്കും എൻ്റെ ഇംഗ്ലീഷ് എന്ത് അടിപൊളിയാന്ന് ഇടയ്ക്കൊക്കെ ഞാൻ ചിന്തിച്ച് പോയിട്ടുണ്ട്. അപ്പം ഇതൊരു ചെറിയൊരു മോട്ടിവേഷൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് NHS ഇൻ്റർവ്യൂ കിട്ടിക്കഴിഞ്ഞാൽ തോറ്റോട്ടെ, പക്ഷെ ആ ഇൻ്റർവ്യൂ വേണ്ടാന്ന് വെക്കരുത്. കാര്യം ഇവിടെ ഒത്തിരി പേര് CV അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അതുവരെ റിജക്റ്റ് ആവുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ കിട്ടുമ്പോൾ നിങ്ങൾ പാസ് ഓഫ് ഫെയിൽ ഡസൻ മാറ്റർ, പക്ഷെ ജസ്റ്റ് ഒന്ന് പോയി അറ്റൻഡ് ചെയ്യണമെന്ന് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ NHSന്റെ ക്വസ്റ്റ്യൻ പാറ്റേണൊക്കെ കുറച്ച് നമ്മൾ നേരത്തെ വീഡിയോസിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് ഇൻഫോർമേറ്റീവ് ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇറ്റ്സ് മീ അബീസ് സൈനിങ് ഓഫ് ഫ്രം അബീസ് UK ചാനൽ. ബൈ.